Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് ട്രാൻസ്ഫോംസ്. അപ്പോൾ ആദ്യം നമുക്ക് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോംസ് ആണ്. അതൊരു തിയറായിട്ട് പറയുന്നുണ്ട്. തിയറം യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് തിയറം എന്നുള്ളത് നോക്കാം. If Laplace transform of f of t equal to f of s, then Laplace transform of t raised to n into f of t is equal to minus 1 whole raised to n d raised to n ds raised to n f of s. That is equal to minus 1 whole raised to n into fn of s. അപ്പോൾ ഇത് d raised to n by ds raised to n എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് nth ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാമെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് തിയറത്തിൽ പറയുന്നത്. ഇതിൻ്റെ വാല്യൂ വരുന്നത് മൈനസ് 1 ഹോൾ റേസ് ടു എൻ എഫ് എൻ ഓഫ് എസ്. എഫ് എൻ ഓഫ് എസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ nth ഡെറിവേറ്റീവ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി. അപ്പോൾ ഇത് ഈ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഡിഫറൻസിയേഷൻ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എഫ് ഓഫ് എസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി വിച്ച് ഇസ് ഈക്വൽ ടു 1 by s മൈനസ് എന്ന് നമുക്കറിയാം. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി ആണ്. ടി ഇൻറ്റു ഇ റേസ് ടു എ ടി എന്ന് പറയുമ്പോൾ ടി റേസ് ടു 1 ഇൻറ്റു ഇ റേസ് ടു എ ടി ആണ്. അപ്പോൾ അവിടെ n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ്റെ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദീസ് മൈനസ് 1 ഹോൾ റേസ് ടു 1 ദാറ്റ് ഈസ് മൈനസ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അവിടെ വരിക ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ദാറ്റ് ഈസ് മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് 1 by s മൈനസ് എ. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈനസും ഉണ്ട്. സോൾവ് ചെയ്ത് പോയിട്ട് 1 by s മൈനസ് എ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, അടുത്തത് show that Laplace transform of t raised to n into e raised to a t is equal to n factorial divided by s minus a raised to n plus 1. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ കുറച്ചും കൂടെ ഒരു ജനറൽ ആയിട്ടൊരു കേസാണ്. ടിക്ക് പകരം ഇവിടെ ടി റേസ് ടു എൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി 1 by s മൈനസ് എ ആണ് എന്നുള്ളത് അറിയാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു എ ടി is equal to തിയറം യൂസ് ചെയ്താൽ ദീസ് മൈനസ് 1 റേസ് ടു എൻ ഡി റേസ് ടു എൻ ബൈ ഡി എസ് റേസ് ടു എൻ ഓഫ് 1 by s മൈനസ് എ nth ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1 ഇൻറ്റു 1 by s മൈനസ് എ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. എന്നിട്ട് അതിനെ വീണ്ടും നമുക്ക് n-1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ -1 എന്നുള്ള കോൺസ്റ്റന്റിനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. ബാക്കിയുള്ളതിനെ ഡി റേസ് ടു n-1 ബൈ ഡി എസ് റേസ് ടു n-1 ഓഫ് 1 by s മൈനസ് എ ഹോൾ സ്ക്വയർ. ഇതിനെ n-1 പ്രാവശ്യം ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം n പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നേ, അതിൽ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ വന്ന കോൺസ്റ്റന്റിനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി ഇനി n-1 പ്രാവശ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ -1 റേസ് ടു n ഇവിടെ n പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് -1 ഔട്ട് സൈഡ് കിട്ടി. അടുത്ത പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു കോൺസ്റ്റന്റ് -1നെ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അങ്ങനെ n പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് -1 എന്നുള്ള കോൺസ്റ്റന്റ് n പ്രാവശ്യം ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു -1 റേസ് ടു n വരും. പിന്നെ ഇതിൻ്റെ അടുത്ത ഡെറിവേറ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ഇത് -2 by s മൈനസ് എ ഹോൾ ക്യൂബ് എന്നാണ് വരിക. അതിലെ -1 ആണ് നമ്മൾ n പ്രാവശ്യമായിട്ട് പുറത്തെടുത്തത്. അപ്പോൾ ഇവിടെ ഒരു 2 കൂടി ബാക്കി ഉണ്ടാവും. പിന്നെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -3 2 ഇൻറ്റു വരും, പിന്നെ ഒരു -3 ഇൻറ്റും വരും. അപ്പോൾ അതിലെ -1 ആണ് നമ്മൾ ഔട്ട് സൈഡ് എടുത്ത് 3 അവിടെ ബാക്കി ഉണ്ടാവും. അങ്ങനെ ഓരോ പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴും ഓരോ -1ൻ്റെ വാല്യൂസും അതുപോലെ 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എന്നുള്ള വാല്യൂസും ആഡ് ചെയ്ത് വരും. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ട് ലാസ്റ്റ് n പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ -1 റേസ് ടു n എന്നുള്ളത് മൈനസുകൾ മാത്രം പുറത്തെടുക്കുമ്പോൾ കിട്ടും. പിന്നെ ഇവിടെ 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര അപ് ടു n വരെ ഉണ്ടാവും. അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് n ഫാക്ടോറിയലിന് എഴുതാം. ഡിനോമിനേറ്ററിൽ s മൈനസ് എ റേസ് ടു n പ്ലസ് 1 വരും. ഇവിടെ നോക്കി ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ s മൈനസ് എ സ്ക്വയർ ആണ് വന്നത്. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ s മൈനസ് എ ക്യൂബാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ജനറലായിട്ട് നോക്കിയിട്ട് n പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ s മൈനസ് എ റേസ് ടു n പ്ലസ് 1 ആണ് വരിക. അപ്പോൾ ഇവിടെ -1 റേസ് ടു n ഇൻറ്റു -1 റേസ് ടു n എന്നുള്ളത് പോസിറ്റീവ് 1 ആയിട്ട് മാറും. ബാക്കി ഉണ്ടാവുക n ഫാക്ടോറിയൽ ബൈ s മൈനസ് എ റേസ് ടു n പ്ലസ് 1 ആണ്. ഓക്കെ.
ഇനി ഇതിൽ n equal to 1 ആവണ കേസും n equal to 2 ആവണ കേസും അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഷോ ദാറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇ റേസ് ടു എ ടി ഈസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ബൈ എസ് മൈനസ് എ ക്യൂബ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസിയേഷൻ്റെ തിയറം യൂസ് ചെയ്താൽ മതി കേട്ടോ. 2 സ്റ്റെപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ ടി. അപ്പോൾ ഇതിൽ ടിയുടെ പവറായിട്ട് വരുന്നത് ടി റേസ് ടു 1 ആണ്. സൈൻ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ഈക്വൽ ടു 1/s² + 1 അറിയാം. അങ്ങനെയാണ് എങ്കിൽ എഗെയിൻ ഡിഫറൻസിയേഷൻ്റെ തിയറം യൂസ് ചെയ്താൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ ടി ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു -1 റേസ് ടു 1 ആണ് വരിക. അപ്പോൾ -1 ഇൻറ്റു d/ds ഓഫ് 1/s² + 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മൈനസ് വരും. അത് ലാസ്റ്റ് ഫൈനൽ ആൻസർ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2s/s² + 1 ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ. അടുത്തത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ എ ടി. ടി സൈൻ എ ടി ആണെങ്കിലും ഇതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്താൽ മതി. സൈൻ എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം ടി റേസ് ടു 1 ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം മതിയാവും. അതുപോലെ ഒരു -1 വരും. ഫോർമുല യൂസ് ചെയ്താൽ മതി. ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യാം. അടുത്തത് വരുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് ടി. അതും അതെ ഡിഫറൻസിയേഷൻ തിയറത്തിന്റെ അപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫോമിൽ വരുന്നതെല്ലാം ഡിഫറൻസിയേഷൻ തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ടി റേസ് ടു n ഇൻറ്റു എഫ് ഓഫ് ടി ഫോമിൽ വരുന്നതെല്ലാം. അപ്പോൾ ഇവിടെ കോസ് ടി ആണ് എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം s/s² + 1 ആണ് എന്നുള്ളത് അറിയാം. ടി സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ 2 അല്ലേ. അപ്പോൾ ഫോമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 റേസ് ടു 2 d²/ds² ഓഫ് s/s² + 1 ഡിഫറൻഷിയേറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ വരുന്നത് 2s³ - 6s/s² + 1 ഹോൾ ക്യൂബ് എന്നാണ്. ഓക്കെ. അതുപോലെ അടുത്ത പ്രോബ്ലം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ h 2t. അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ടത് ഇതും അത് ടി റേസ് ടു n ഇൻറ്റു എഫ് ഓഫ് ടി ഫോമാണ്. അപ്പോൾ ഇതിൽ എഫ് ഓഫ് ടി ആയിട്ട് വരുന്നത് സൈൻ h 2t ആണ്. നമുക്ക് സൈൻ h 2tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാം. ഇത് 2/s² - 4 ആണ് വരുന്നത്. ഇനി ടി സ്ക്വയർ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫോമുലയിൽ അപ്ലൈ ചെയ്ത് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് h πt. എയുടെ പ്ലേസിൽ പൈ ആണെന്ന് മാത്രം. അപ്പോൾ ഇതും അതേ സെയിം ഫോമുല യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന പ്രോബ്ലം ആണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു -t സൈൻ ടി. അപ്പോൾ ഇതിൽ ടിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇ റേസ് ടു -t സൈൻ ടി എന്നുള്ള ടേമും വരുന്നുണ്ട്. അപ്പോൾ ടി റേസ് ടു n ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് ചോദിച്ചാൽ ആ ഒരു ഫോം തന്നെയാണ്. പക്ഷെ എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ ഇ റേസ് ടു -t ഇൻറ്റു സൈൻ ടി എന്ന് വരുന്നുണ്ട്. നമ്മൾ ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചതാണ് അല്ലേ. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചതാണ്. അതുകൊണ്ട് ഇ റേസ് ടു -t സൈൻ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആദ്യം സൈൻ ടിയുടെ എഴുതുക. സൈൻ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s² + 1 ആണ് എന്നുള്ളത് അറിയാം. ഇനി ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്താൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -t സൈൻ ടി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി. സൈൻ ടിയിൽ എവിടെയൊക്കെ എസ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ s+1 ആക്കിയാൽ മതി. ഇ റേസ് ടു -t എന്നല്ലേ. അപ്പോൾ ഇവിടെ -1 ആണ് വരുന്നത്. അപ്പോൾ എസ് ഉള്ളിടത്തെല്ലാം s- ആക്കണം എന്നാണ് തീരത്തിൽ പറയുന്നത്. ഇവിടെ s-1 ആക്കണം. ദാറ്റ് ഈസ് s+1 ആക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ s ഉണ്ടായിരുന്നിടത്തെല്ലാം 1/s+1² + 1 എന്നാക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -t സൈൻ ടി വരുന്നത്. ഇനി അതിൽ ഇപ്പോൾ ടി ഇൻറ്റു ഇ റേസ് ടു -t സൈൻ ടി വരുമ്പോൾ ഡിഫറൻസിയേഷൻ്റെ ഫോമുലയും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ -1 ഇൻറ്റു d/ds ഓഫ് 1/s+1² + 1. ഓക്കെ. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ കോഷ്യൻ്റ് റൂളൊക്കെ യൂസ് ചെയ്യണം. കോഷ്യൻ്റ് റൂളൊക്കെ യൂസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ. അടുത്തത് ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു 2t കോസ് 5t ആണ്. അപ്പോൾ ഇവിടെ അതെ നമുക്ക് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് വേണം ഡിഫറൻസിയേഷൻ്റെ ഫോമുല അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം കോസ് 5tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതുക. s/s² + 25. ഇനി എൽ ഓഫ് ഇ റേസ് ടു 2t കോസ് 5t ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നോക്കി നോക്കി ഇവിടെ എയുടെ പ്ലേസിൽ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്. ആദ്യത്തേൽ എവിടെയൊക്കെ എസ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ s - ആക്കണം. അതായത് s - 2 ആക്കണം.
അപ്പോൾ എസിൻ്റെ പ്ലേസിൽ എസ് മൈനസ് 2 ബൈ എസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 25 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡിഫറൻസിയേഷൻ്റെ ഫോമുല അപ്ലൈ ചെയ്യുക. ടി റേസ് ടു 1 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എസ് മൈനസ് 2 ബൈ എസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 25. അപ്പോൾ ഇതും അതേ സ്റ്റെപ്സ് വരൂട്ടോ ഇവിടെ. അത് തന്നെ ചെയ്ത് നോക്കുക. കോഷ്യൻ റൂൾ യൂസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആൻസർ ഫൈൻഡ് ചെയ്യാം. അടുത്തത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു സൈൻ കെ ടി ആണ്. അപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ചിട്ട് അതും അതെ ഇതുപോലെ തന്നെ നമുക്ക് ഡിഫറൻസിയേഷൻ്റെ ഫോമുല യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 16x ഈക്വൽ ടു കോസ് 40 where x of 0 is equal to 0 and x dash of 0 is equal to 1. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോഴൊക്കെ രണ്ട് സൈഡിലും ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തിട്ടാണ് ചെയ്തു പോയിരിക്കുന്നത്. അതേ പ്രൊസീജിയർ തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ട് സൈഡിലും ആദ്യം ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഡബിൾ ഡാഷ് വരുമ്പോഴും സെക്കൻഡ് ഡെറിവേറ്റീവിനും ഫസ്റ്റ് ഡെറിവേറ്റീവിനും ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ അപ്ലൈ ചെയ്യേണ്ട ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടേംസ് ഉണ്ട്. ആ ടേംസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലം ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്താൽ എക്സ് ഡബിൾ ഡാഷിന് ഇവിടെ നമുക്ക് ഫുൾ എക്സിലും ടിയിലും ആട്ടോ തന്നിരിക്കുന്നത്. വേരിയബിൾസ് വന്നിരിക്കുന്നത് എക്സും ടിയും ആണ്. അപ്പോൾ എക്സ് ഡബിൾ ഡാഷിന് ആദ്യം ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. 16x വരുന്നുണ്ട്, അതിന് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ഇപ്പുറത്ത് കോസ് 40 വരുന്നുണ്ട്, അതിനും ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ഓക്കെ, എക്സിലെ എല്ലാ സ്റ്റെപ്സും കാണിച്ചിട്ടൊന്നുമില്ല. അതിൽ ചെറിയ സ്റ്റെപ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. എക്സ് ഡബിൾ ഡാഷിന് പകരം നമ്മൾ എന്താ അപ്ലൈ ചെയ്യാം? എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് പ്ലസ് മൈനസ് എസ് ഇൻറ്റു മൈനസ് ആയിരുന്നോ പ്ലസ് ആയിരുന്നോ? പ്ലസ് ആണ് പ്ലസ് എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് 0 പ്ലസ് എസ് ഇൻറ്റു എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഡാഷ് ഓഫ് 0. പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നോക്കാം.